ഇതിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഗുഹയുള്ളത്. കല്ലറക്ക് അകത്ത് നമ്മൾ കയറുമ്പോൾ ഒരു ചെറിയ കല്ലിൻ്റെ ഭാഗം കാണാം. അന്നത്തെ കല്ലറ എന്ന് പറയുന്നത് ഒരു ഗുഹയാണ്. ആ ഗുഹക്ക് മുന്നിൽ വട്ടത്തിൽ വലിയ കല്ലുകൾ കൊണ്ടുള്ള വാതിലുകൾ ഉണ്ടാകും. അതിൻ്റെ ഭാഗമാണ് ഇത്. ഇനിയാണ് നമ്മൾ കല്ലറയുടെ ഉള്ളിലോട്ട് കയറുന്നത്. കുരിശുമരണത്തിന് ശേഷം യേശുവിനെ അടക്കിയ കല്ലറ. യേശുവിനെ കുരിശിൽ തറച്ച് മരിച്ചതിന് ശേഷം ആചാരപ്രകാരം സുഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശി വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കുരിശുമരണം മരിച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു ഗുഹയുണ്ടായിരുന്നു, ഒരു കല്ലറയുണ്ടായിരുന്നു. ആ ഗുഹയിലാണ് ഈശോയെ അടക്കം ചെയ്തത്. ആ ഗുഹയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് പോയ കല്ലറ.